ഹായ്. പല ഗേൾസും കടന്ന് വരാൻ മടിക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ ട്രേഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം അതിൽ വന്ന് നമ്മളെ കൊണ്ടും പറ്റും എന്ന് തെളിയിച്ച രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമ്മുടെ കഴിഞ്ഞ ജാനുവരി ബാച്ചിലെ അശ്വതിയും ശ്രീയ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഫീഡ്ബാക്സ് എന്താണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ അശ്വതി, ആർ യു ഫണ്ടഡ് ട്രേഡർ? അതെ. എത്രേൻ്റെ ഫണ്ടഡ് അക്കൗണ്ടാണ് ഇപ്പോൾ കയ്യിലുള്ളത്? എൻ്റെ ഇപ്പോൾ 5K ഫണ്ടഡ് അക്കൗണ്ട് ആണുള്ളത്. ഇത് ഫസ്റ്റ് അക്കൗണ്ട് തന്നെ എടുത്ത് പാസ്സാക്കിയതാണോ? ആണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഓറഫിൻ ആയിട്ടുള്ളൊരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് എങ്ങനെയാണ് നമ്മുടെ ഓറഫിനിലോട്ട് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് എത്തിയത്. പിന്നെ എനിക്ക് ഒരു മെൻ്റർ സപ്പോർട്ടായിരുന്നു ബേസിക്കലി ആവശ്യം. അപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തു, എനിക്ക് മെൻ്റർ സപ്പോർട്ട് കിട്ടി. ഞാനിപ്പോൾ ഒരു ഫണ്ടഡ് ട്രേഡറാണ്. ഓക്കെ. പക്ഷേ ചേച്ചി, ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഇതിൽ ഉണ്ടായിരുന്നു, മുമ്പ് പഠിച്ചിട്ടുണ്ട്, റഹീം സാറിൻ്റെ ഇതായിരുന്നു, സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പം ബേസിക്സ് ആയിട്ട് എനിക്ക് മാർക്കറ്റ് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ വന്നു. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സാറിൻ്റെ ക്ലാസ്സസ് ഒക്കെ കേട്ടപ്പം എനിക്കിത് പറ്റും എന്നുള്ളത്, പിന്നെ ഇതൊരു പുതിയ എക്സ്പ്ലോറിങ് ഒരു ഫീൽഡാണല്ലോ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഈ ജേർണിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫണ്ടഡ് അക്കൗണ്ട് എടുത്തായിരുന്നു, ട്രൈ ഔട്ട് ചെയ്തായിരുന്നോ? ഇല്ല. അപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇച്ചിരി ബിസി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഫുള്ളി ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. ചേച്ചി ഹൗസ് വൈഫാണോ അത് വർക്കിംഗ്, എന്താ പരിപാടിയൊക്കെ? ഹൗസ് വൈഫാണ്, വർക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റുഡൻറ്റും കൂടാണ്, MCOM സെക്കൻഡ് ഇയർ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ഇപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? ലൈക്ക് ഹൗസ് വൈഫ് ഉണ്ട്, വർക്കിംഗ് ആണ്, അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം നോക്കിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് ഒരു പുതിയതായിട്ടൊരു കാര്യമാണ്. പുതിയ വർക്ക് ഫ്രം ഹോം ആൻഡ് ലേഡീസിന് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഓറോഫിൻ അത് ബെസ്റ്റായിട്ട് തോന്നി. പിന്നെ കസിൻസ് ഒക്കെ നല്ല റിവ്യൂസ് ആണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഞാൻ ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഇതായിട്ട് തോന്നി, നല്ല സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹാപ്പിയാണ്. അല്ല, ഇപ്പം ഈ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോറക്സിലോട്ട് വരാൻ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഞാൻ ആദ്യം ഇന്ത്യൻ മാർക്കറ്റാണ് അങ്ങനെ നോക്കി വന്നത്. പക്ഷേ ഫോറക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കുറച്ചും കൂടെ ഇത് മനസ്സിലായി തുടങ്ങി. അപ്പം സാറിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഐഡിയാസൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം അശ്വതി എങ്ങനെയാണ് ഈ ഫോറക്സ് ഡിസൈഡ് ചെയ്തത്? ഇന്ത്യൻ മാർക്കറ്റ് വേണ്ട, ഫോറക്സിൽ മതി എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ എല്ലാം ട്രൈ ഔട്ട് ചെയ്ത്. ഞാൻ ഫസ്റ്റ് കൊമോഡിറ്റി ട്രേഡിങ് ചെയ്തിരുന്നു, പിന്നെ അതിനുശേഷം ക്രിപ്റ്റോ ട്രേഡ് ചെയ്തു, അതിനുശേഷം ഫോറക്സിൽ വന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്, വേറൊന്നും നോക്കുന്നില്ല. ഫണ്ടഡ് റിയൽ അക്കൗണ്ട്സ് ഉണ്ടോ? അതോ റിയൽ അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫണ്ടഡ് റിയലും കൂടെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ? അപ്പം എന്തായാലും നിങ്ങൾ ഓർഫിനിൽ വരുന്ന മുമ്പ് ഇതിനെ കുറിച്ച് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ചേച്ചി പഠിക്കാൻ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ ബേസിക്സ്. ഓക്കെ. അപ്പം അശ്വതി ഇതിന് മുമ്പ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓറഫിൻ ചെയ്യുന്ന മുമ്പ്. അപ്പം ഓറഫിൻ വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ മെൻ്റർ സപ്പോർട്ട് ഉള്ളത് കാരണം അത് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം വീണ്ടും നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ കുറേ നാൾ ട്രൈ ചെയ്ത് വീണ്ടും കുറേ കൺഫ്യൂഷനായി ആ ഒരു ഇത് വരും. ഇതാകുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പം നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ ആ ഒരു ജേർണിയിൽ നമുക്ക് ഓരോ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ അതായത് ഒരു കോഴ്സ് ഡെഫിനറ്റ്ലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അതായത് ഇന്നതായിരിക്കും ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും അവരുടെ സർവീസസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ ഹാപ്പിയാണോ? ആ ഒരു സംഭവം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ അതെ, സാധാരണ കോഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പോവും, പക്ഷേ ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്, നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. ശരി, ബിഗിനർ ആയിരുന്നു അല്ലേ? ഒന്നും അറിയില്ല, മാർക്കറ്റ് ഒന്നും അറിയില്ല. ഇപ്പം പലരുടെയും കൺഫ്യൂഷനാണ്. അതായത് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് A to Z ഒന്നും അറിയത്തില്ല, വളരെ സ്ക്രാച്ച് തൊട്ട് എനിക്ക് പഠിച്ചു തുടങ്ങണം. അപ്പം അങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ കോഴ്സായിട്ട് ഇങ്ങനെ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അതിന് എന്തായിരിക്കും ചേച്ചി? എനിക്ക് ആദ്യം നല്ലതൊക്കെ പേടിയായിരുന്നു, കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നി. പക്ഷേ പിന്നീട് ഇതിൽ വന്ന് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ 2-3 ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റും, ഓക്കെ ആണ്. പിന്നെ സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഈസി ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് ജോലിയായിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം നമ്മൾ ഈ ഓറഫിൻ നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഓറഫിൻ ഗ്യാരണ്ടി കൊടുക്കുന്ന സംഭവം അറിയത്തില്ല നിങ്ങൾക്ക്? അപ്പം അങ്ങനെ കൊടുക്കുന്ന കൊണ്ട് പഠിക്കാൻ വരുന്ന ഒരു ബിഗിനർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു ഫെസിലിറ്റി, ആ ഒരു ഓഫർ കൊണ്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഉറപ്പല്ലേ? അപ്പം അത് എങ്ങനെയായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത് യൂഷ്വലി? ഈ ഓർഫിൻ ഗ്യാരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കും, ലൈവ് ട്രേഡിൽ നമ്മൾ ട്രേഡ് ചെയ്യും. ഇൻ കേസ് അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ വേറൊരു ഫണ്ടഡ് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഓർഫിൻ ഗ്യാരണ്ടി. അപ്പം ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി നമ്മുടെ കോഴ്സിൻ്റെ കൂടെ കൊടുക്കുന്നത് നല്ലതാണോ?
അതോ അതിൻ്റെ എന്തെങ്കിലും ബാഡ് എഫക്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വരും ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബാച്ച് ആയാലും സ്റ്റുഡൻസും സാറുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പം നന്നായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനും എന്തായാലും നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടെക്നിക്കൽ അതായത് ഈ എന്താ പറയുക, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ ജാഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൈക്രോ ട്രേഡിങ്, റഹീം സാർ എടുത്ത മൈക്രോ ട്രേഡിങ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ ഈ എക്സിസ്റ്റിംഗ് ആ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൂടെ ക്ലബ് ചെയ്തപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റി. പിന്നെ അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് പുള്ളിയുടെ അടുത്ത് തന്നെ എല്ലാ ഡൗട്ട്സും ചോദിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം ചോദിക്കാനും. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അനാലിസിസിൽ വന്ന വേരിയേഷൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതായത് കുറച്ചും കൂടെ കൂടുതൽ ആ ഒരു മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ പറ്റിയായിരുന്നു. കാരണം മെയിനായിട്ട് ഇവൻസിനെയൊക്കെ നന്നായിട്ട് അതെന്താണ്, കാരണം ഇപ്പോൾ ഈ ഫോറക്സിലായാലും ഏതൊരു മാർക്കറ്റിലായാലും ഇവൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, പേഴ്സണലി ചോദിക്കാം, ഹോണസ്റ്റ് ആയിട്ട് ചോദിക്കാം. അതായത് ഇപ്പം ഓറഫിനിൽ കുറേ എൻക്വയറീസ് ഡെഫിനറ്റ്ലി ഡേ ടു ഡേ നമുക്കിപ്പം വരുന്നുണ്ട്. അപ്പം ഇതിൽ കുറേ പേര് ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ട്, അതായത് ഓറഫിന് ചേരണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് പറയാനുള്ള സംഭവം എന്താണ്? അവർക്ക് എന്തായാലും ഒരിക്കലും ഇത് വന്നിട്ട് ഒരു ബാഡ് ഇതായിട്ടൊന്നും വരത്തില്ല. അവർക്ക് നല്ല കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. നല്ലൊരു മോട്ടിവേറ്റേഴ്സ് ഒക്കെ ഇതാണ്, സാറായാലും നല്ല ഇതാണ്. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഇത് വരത്തില്ല. അവർക്ക് എന്തുകൊണ്ടും നല്ലത് ഇതായിരിക്കും. കാരണം ആസ് എ ബിഗിനർ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായി. കാരണം എനിക്കിത് പേടിയായി തുടങ്ങി. കാരണം മാർക്കറ്റ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം പക്ഷേ കുറച്ച് 2-3 ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ വന്നു. അപ്പം ഞാൻ അവരെ സജസ്റ്റ് ചെയ്യും, എന്തുകൊണ്ടും ഓറഫിൻ ഒരു ബെസ്റ്റ് ഇതാണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ട്രേഡിംഗ് ആയിക്കോട്ടെ, അതായത് സ്കില്ല് പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതായത് ഗ്രാസ്പ് ചെയ്യുന്ന പല ആൾക്കാരുടെയും കൈൻഡ് ഓഫ് ഒരു ഗ്രാസ്പിംഗ് പവർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയും കുറിച്ച് കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ക്യാച്ചപ്പ് ആവാൻ ഇച്ചിരി ടൈം എടുക്കുമായിരുന്നു. പക്ഷേ പിന്നെ വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആണല്ലോ, അപ്പോൾ നമ്മളത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. പിന്നെ സാർ പറയുന്ന ഫുള്ള് സിമ്പിളായിട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല. ഓക്കെ, അശ്വതി? ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ഡൗട്ട്സ് വരുമ്പോൾ ആ സെയിം കാര്യം തന്നെ വീണ്ടും എത്ര തവണ വേണോ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്കും ഹാപ്പിയാണ് ഇതിൽ ജോയിൻ ചെയ്തതിൽ. നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത X5 ബാച്ചിനെ കുറിച്ച് കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. അതെന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? നല്ല അഭിപ്രായം. അങ്ങനെ ഞാൻ ചോദിച്ചേ. അതായത് X5 എന്നുള്ളത്, അതായത് പലരും നമ്മൾ മാർക്കറ്റിലോട്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, അതായത് ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അത് പലരുടെ അങ്ങനെ സംഭവം എത്തുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് ഈ ഒരു സംഭവത്തിന് അവർ കാണുന്നത്. അതായത് ഫണ്ട് അവിടെ ലോക്കല്ലേ, ഇത്രയും ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഫണ്ട് അവിടെ ഇട്ടിട്ട് പിന്നെ അത് തിരിച്ച് കിട്ടിയില്ലല്ലോ. പക്ഷെ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോഴ്സാണ്. ഈ 12 മാസത്തിൻ്റെ കോഴ്സാണ്. ഈ 12 മാസത്തിൽ 2 മാസം കോഴ്സും തിയറി ക്ലാസ്സും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസുമാണ് വരുന്നത്. അതായത് ഒരു 3rd മന്ത് തൊട്ട് ഈ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ട്രേഡ് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ആൾക്കാർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവില്ല. 12 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ച് കിട്ടൂല, 5x അല്ലെങ്കിൽ 150 ഇത് തരുമെന്ന് എന്താണ് ഗ്യാരണ്ടി? അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഈ X5 എന്നുള്ളൊരു ബാച്ച് കേട്ടപ്പം, നമ്മൾ തരുന്ന ആ ഒരു ഓഫേഴ്സും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇപ്പോൾ ജെന്യൂനായിട്ട് ചോദിക്കുക, നമ്മളൊരു ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതിൻ്റെ ഒരു ഇത് ഇടണ്ട, നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നൊരു റിയൽ എന്താ പറയുക, ഒരു ഓർഗാനിക് തിങ്കിങ് എന്തായിരുന്നു? എനിക്കൊന്നും കൂടെ അതിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് എന്ന് ഒരു നല്ല ഐഡിയ ഉണ്ട്. അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ കൂടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു കോഴ്സ് നിങ്ങൾ 100% ഷുവറായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നോടെ ചേരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ A to Z എന്തായിരിക്കും പറയാൻ പറ്റുക? അതായത് ഒരു 1 വേർഡിൽ ഇതിന് ഓറഫിൻ തരുന്ന സർവീസസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക? ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു പെയ്ഡ് കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടും ലാസ്റ്റ് ആയിട്ടും എടുത്തൊരു കോഴ്സാണിത്. അപ്പോൾ ഇതിൽ ഞാൻ 100% എന്താ പറയുക, കോൺഫിഡൻ്റ് ആണ്. പിന്നെ എനിക്ക് സാറ്റിസ്ഫൈഡും ആണ്. ഓക്കെ, ശരി. എൻ്റെ ഫസ്റ്റാണ്, അതുപോലെ തന്നെ ഞാൻ ഇതിന് ലാസ്റ്റാണ്. ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട്, മെൻറ്റേഴ്സും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആണ്. അപ്പം വേറെ ഒരു
വേറൊരു പ്ലാറ്റ്ഫോം എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ. നെക്സ്റ്റ് നമ്മളോടൊപ്പം ഉള്ളത് ജനുവരി ബാച്ചിലെ ജുനൈദ് ബ്രോയും മുസ്തഫ ബ്രോയാണ്. സോ നമുക്ക് അവരോട് നമ്മുടെ X5 ബാച്ചിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. സോ ജുനൈദ് ബ്രോ, ഈസ് X5 എ സ്കാം? അത് ഒരു നോർമൽ സാധാരണ ആളുകളുടെ മെൻറ്റാലിറ്റി വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് യൂഷ്വലി ഇത് സ്കാമായിട്ട്, കാരണം ഇത്രയും ഒരു ബിഗ് ഓഫർ സാധാരണയായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നോർമലായിട്ടുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ ഇത് സ്കാമാണ്. അതായത് ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എത്രത്തോളം അറിയാത്ത ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഫോറക്സ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം അറിയുന്ന ആളുകൾക്കാണെങ്കിൽ, അതും ഒരു ലോങ് ജേണിയാണ്, ഒരു 1 year ജേണിയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്കാമാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ തന്നെ ട്രേഡ് ചെയ്ത് തന്നെ അങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് അച്ചീവബിൾ ടാർഗറ്റാണ്. മുസ്തഫ ബ്രോ, ഈ ഒരു X5 എന്നുള്ളൊരു ഓഫർ ബ്രോ ഫസ്റ്റ് ടൈം ഫോണിൽ കണ്ടപ്പോൾ ആദ്യം മൈൻഡിലോട്ട് വന്ന തോട്ട് എന്താ? നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അധികം ആരും പ്രൊവൈഡ് ചെയ്യാത്തൊരു ഓഫറാണിത്. ഈ പറഞ്ഞ പോലെ നമ്മൾ 55,000 ഇതിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് നിങ്ങൾ പറയുന്നത് അതിൻ്റെ X5 5% റിട്ടേണും പ്ലസ് നമുക്ക് അതുപോലെ തന്നെ പഠിപ്പിച്ചു തരാം എന്നാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫർ. അത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാത്തതും പിന്നെ ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളിൽ നിന്ന് നന്നായി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചേരുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ട് പഠിക്കുകയും ചെയ്യാം. അതെ, അതിൻ്റെ ഒപ്പം അതെ. ഒന്നാമത് ഇപ്പോൾ ബേസിക്കലി ഇതിൽ ഒരു 55,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഫ്രീ ആയിട്ട് പഠിച്ചിറങ്ങുന്നു, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ക്യാപിറ്റൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു X5 ബാച്ച് നമ്മൾ മാർക്കറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡിലോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ X5 നമ്മുടെ ഐഡിയയിലോട്ട് വന്നില്ല. അതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കാം, എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കിയത് അങ്ങനത്തെ പരിപാടികൾ നമുക്ക് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പോകാം. ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്തപ്പം ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സ്കില്ലുണ്ട്. അപ്പോൾ ആ സ്കില്ലിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെങ്ങനെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കാം എന്ന രീതിയിലാണ് X5 ഒരു ആശയം നമ്മുടെ മൈൻഡിലോട്ട് വന്നത്. അപ്പം ഓക്കെ, അത് X5 പാർട്ട് അവിടെ നിൽക്കണം. എന്നാലും നിങ്ങൾക്ക് ഓറോഫിനിലോട്ട് നിങ്ങൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ലൈക്ക് ജുനൈദ് ബ്രോ ആയിക്കോട്ടെ, മുസ്തഫ ബ്രോ ആയിക്കോട്ടെ. ഓറോഫിനിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് ലൈക്ക് ഞാൻ മുസ്തഫ, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ലിയാക്കത്ത്, ഷെയർ, ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ഡിസ്കഷനായിരുന്നു അങ്ങനെ ട്രേഡിങ്. അങ്ങനെയാണ് അന്ന് മുസ്തഫ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് ഓറോഫിനിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാനും ഷെയറും അവൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ലിയാക്കത്തും പിന്നീട് ചോദിച്ചാൽ 2 സ്ലോട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളതും കൂടെ അതിൽ ചേർക്കാൻ പറ്റുമെന്നുള്ള. കാരണം നമ്മളിപ്പോൾ നമ്മളെല്ലാം മെഡിക്കൽ പ്രൊഫഷണൽസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് 24 hours ഉള്ള ട്രേഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ടൈം കുറച്ചും കൂടെ നമുക്ക് ആപ്റ്റബിളാണ്. സോ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഫോറക്സ് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറക്സ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടാവും തോന്നി. അങ്ങനെയാണ് നമ്മൾ ഫോറക്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചതും. പിന്നെ അന്നത്തെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് പ്ലസ് പിന്നെ ഒരു ചീപ്പസ്റ്റായിട്ട് നമുക്ക് കിട്ടിയതാണ്. പക്ഷേ ചീപ്പസ്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് ഒരിക്കലും അത് ക്വാളിറ്റി ഇല്ലാത്തതല്ല. നമ്മൾ ഒരു ജെന്യുയിൻ മാർക്കറ്റ് എന്താണ്, നമ്മൾ മുന്നിൽ ഒരു ബബിൾസ് ഉണ്ടാക്കാതെ നമുക്ക് ഓപ്പണിൽ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ മുസ്തഫ ബ്രോ, അതായത് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലേ? ഫോറക്സ് പഠിപ്പിക്കുന്നതായിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് പഠിപ്പിക്കുന്നതായിട്ട്. ദെൻ വൈ അസ് നമ്മളെ ചൂസ് ചെയ്യാൻ കാരണം? അതിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഡിസ്കഷനിൽ വന്നു, ട്രേഡിംഗ് വന്നു. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരിക്കും, എവിടെ പോയി പഠിക്കണം, എങ്ങനെ പോയി പഠിക്കണം എന്നുള്ളതൊക്കെ. ഓഫ്ലൈൻ പഠിക്കണോ, ഓൺലൈൻ പഠിക്കണോ? അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ വന്ന് ചേരാൻ അത് നമ്മളിലോട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഒരു കാരണം എന്ന് പറയുന്നത്? അത് ഇതുപോലെ തന്നെ ഞങ്ങൾ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റ് ഞങ്ങൾ ഇതുപോലെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ കുറച്ച് പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, ആൽവിൻ ജോയ് എന്നാണ് പേര്. ആളാണ് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ നിതിൻ എന്നൊരു സാറുണ്ട്, ആളിങ്ങനെ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഞങ്ങളിതുപോലെ ഓൺലൈൻ വഴിയൊക്കെ നോക്കിയപ്പോൾ
നല്ല കോഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോലും 19,000 ആയിരുന്നു ഞങ്ങൾക്ക് കോഴ്സ് ഫീ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റാണ്, വർത്തായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മറ്റെവിടെയും കിട്ടാത്ത ഒരു ക്വാളിറ്റി ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പഠിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഫോറക്സിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോറക്സിക്ക് ഞങ്ങൾക്ക് A to Z കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു തരാനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ശേഷം ഞങ്ങൾക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു, അതായത് ഒരു ബിഗിനർ, അതായത് ഒന്നും അറിയാത്ത ഒരാൾ ഫോറക്സ് പഠിക്കാൻ ട്രൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു സംഭവം, ഇപ്പം മുസ്തഫ ബ്രോ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം അവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതായത് എവിടെയെങ്കിലും ലെഫ്റ്റ് ഓവർ ആയി പോവോ, മിസ്സായി പോവോ, ഓൾറെഡി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആൾക്കാരോട് കൂടി ആയിരിക്കും ഇരുന്ന് പഠിക്കുക. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരോട് എന്താ ജുനൈദ് ബ്രോയ്ക്ക് പറയാനുള്ളത്, തിങ്ക് ചെയ്യുന്ന ആൾക്കാരോട്? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക്, അതായത് ഇന്ത്യൻ മാർക്കറ്റ് ആയിട്ടും ഇത്തിരിയെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പിന്നെ ഫോറക്സ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, അത് നമുക്ക് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിന് ഒരു ബിഗിനർ ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളും ഫോറക്സിൽ നമ്മൾ 0 ആയിരുന്നു. അവിടുന്ന് നമ്മൾ ബിഗിനർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഇരിക്കാൻ സമയമുണ്ടെങ്കിൽ, ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ സക്സസ് ആവാം ഡെഫിനറ്റ്ലി. അപ്പം എന്തായാലും നിങ്ങൾ ഓൾറെഡി ഓർഫിൻ ചേരുന്ന മുമ്പ് ഓൾറെഡി നിങ്ങൾക്ക് അത്യാവശ്യം ട്രേഡിംഗ് പരമായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓർഫിൻ എന്താ നിങ്ങളുടെ ഒരു നിങ്ങളിൽ ട്രേഡിങ്ങിൻ്റെ റിലേറ്റഡും പിന്നെ ആ ഒരു മെൻറ്റാലിറ്റി റിലേറ്റഡ് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? പേഴ്സണലി എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ടീവ് മെൻറ്റേഴ്സാണ്. അതായത് നമുക്ക് സാധാരണ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാറ് എന്ന ലെവലിൽ നിന്ന് നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ പോലെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്ത് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ ഏത് സമയത്തും വിളിച്ചാൽ കോൾ എടുക്കും, അല്ലെങ്കിൽ റിപ്ലൈ തരും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണ്ട് കിട്ടിയതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ ബാച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ബാച്ച് തുടങ്ങി, പക്ഷേ സ്റ്റിൽ നമ്മുടെ ബാച്ചായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മെൻറ്റേഴ്സിനുണ്ട്. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ മുസ്തഫ ബ്രോ, ഇപ്പം നിലവിൽ നമുക്ക് ഓർഫിൻ്റെ അത്യാവശ്യം എന്താ പറയുക എൻക്വയറികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓർഫിനെ അങ്ങ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഔട്ട് ദെയർ. സോ അവരോട് എന്താണ് മുസ്തഫ ബ്രോയ്ക്ക് പറയാനുള്ളത്? ഓക്കെ, ഇപ്പം നിലവിലാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫേഴ്സും ഇവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ X5 നല്ല ഓഫർ കൊടുക്കുന്നുണ്ട്. ഇത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് എന്താണെന്നുണ്ടെങ്കിൽ പോലും അത് ബെനിഫിറ്റാണ്. മെയിൻലി ഇപ്പോൾ പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പൈസ വരെ ബെനിഫിറ്റാണ്, തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. അതിന് പുറമെ മെയിൻലി നമ്മളിപ്പോൾ എവിടെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു 45,000 എബവ് ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 5 ഇരട്ടിയായിട്ട് തിരിച്ച് തരും എന്ന് പറയുന്നുണ്ട്. ഒരു 12 മാസമാണ് അതിൻ്റെ അളവ് പറയുന്നത്. അതുപോലെ നമുക്ക് ഫോറക്സ് പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. ഒന്നാമത് ഞങ്ങൾ പഠിച്ച ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പഠിച്ച ആൾക്കാരുടെ റിവ്യൂ കേൾക്കാനാണ് എല്ലാവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എസ്പെഷ്യലി എടുത്ത് ചോദിച്ചത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടല്ലോ, വേണോ, എനിക്ക് നമ്മൾ അറിയത്തില്ല, ഇവരുടെ പുതിയ ടീംസാണ്, ഇവരെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്. അതായത് ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറിക്കോട്ടെ അവരുടെ മൈൻഡിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ 100% ഹാപ്പിയാണ്. സോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ലൈക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ അടിപൊളിയാക്കാം, കുറച്ചും കൂടെ മാർക്കറ്റിൽ പുതുതായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള എന്തെങ്കിലും ഒരു ഫീഡ്ബാക്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടോ? അല്ല, നമുക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് സെഷൻസ് കുറച്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് സെഷൻസ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ. ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും യൂഷ്വലി ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഈ ലൈവ് സെഷൻ ഇരിക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത്, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചോയ്സ് ഇൻഡ്യൂസ്മെൻറ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലൈവിൽ നമ്മളിങ്ങനെ ഇത് ഒരുമിച്ച് ഇപ്പം ഒരു മെൻറ്ററിൻ്റെ കൂടെ അവർ വരയ്ക്കുന്ന കണ്ട് നമ്മൾ വരച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ വരച്ച് പഠിക്കുമ്പോൾ
നമ്മൾ സ്ട്രാറ്റജിക്കപ്പുറം നമ്മളുടെ ആ ഒരു മൊത്തത്തിൽ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഓറഫിൻ നമ്മൾ ഓരോ കോഴ്സിൻ്റെ കൂടെ നമ്മൾ ഓരോ വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റിലോട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇതിൽ വന്നപ്പോൾ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടായിരുന്നു നമ്മൾ തന്നത്. പിന്നെ വന്ന ബാച്ച് നമ്മൾ ഓറഫിൻ ഗ്യാരണ്ടി ആക്കി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഓറഫിൻ ഗ്യാരണ്ടി എന്താണെന്ന് സംഭവം എന്ന് അറിയത്തില്ലേ? അതായത് ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ കൊടുക്കും, അതായത് പ്രൊവൈഡ് ചെയ്തിരുന്ന സെയിം സംഭവം തന്നെ. ഇത് നമ്മൾ ഈ ഒരു ലൈവ് ട്രേഡിൽ മാക്സിമം നമ്മൾ ഈ ഒരു അക്കൗണ്ട് നമ്മൾ പാസ്സാക്കാൻ നോക്കും. ഇൻ കേസ് നമ്മുടെ അനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്തില്ല എന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അക്കൗണ്ട് നമ്മുടെ നിന്ന് അടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഇവർക്ക് എടുത്തു കൊടുക്കുക. വേറൊരു 5K അക്കൗണ്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് സ്റ്റുഡൻസിന്, അങ്ങനത്തെ ഒരു ഓഫർ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ട്രേഡിംഗ് പരമായിട്ട് അവർക്ക് എന്തായിരിക്കും ഒരു ബെനിഫിറ്റ് വരിക? കാരണം ഞാൻ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എൻക്വയറി ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു മിഡിൽ ക്ലാസ് ആ ഒരു സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഈ ഒരു ഓഫർ കൊണ്ട്, ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് അവർക്ക് എങ്ങനെയായിരിക്കും ബെനിഫിറ്റ് ആവുക? ഓക്കെ, ഇപ്പോൾ ഞങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ 19,000 ഒരു 10K ഫണ്ടഡ് അക്കൗണ്ട് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ടഡ് ട്രേഡറിൻ്റെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എബോവ് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ മണി എബോവ് 6,000 എബോവ് വരുന്നുണ്ട് ഈ 10K അക്കൗണ്ടിന് തന്നെ. അതും ഈ പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കത് നല്ലൊരു ഓഫറാണ്. ഒരു 10K അക്കൗണ്ടും പ്ലസ് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക എന്നുള്ളൊരു ഓഫറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ 10K ഞങ്ങൾക്ക് പാസ്സാക്കി എടുക്കാനുള്ള സപ്പോർട്ടും നിങ്ങൾ തന്നിരുന്നു. അത് മറ്റുള്ള എവിടെയും ഞാനത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഓഫർ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ഇപ്പോൾ ഈ ഓറഫിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു ഓവറോൾ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ടിൽ ജാനുവരി തൊട്ട് ഇപ്പം നമ്മൾ ഒന്നിച്ചാണ് ഒരു ജേർണിയിലുള്ളത്. അപ്പ് ആൻഡ് ഡൗൺസ് ആയിക്കോട്ടെ നമ്മൾ ഒന്നിച്ചുണ്ട്. സോ ആ ഒരു ബോട്ടം ഓഫ് യുവർ ഹാർട്ട്, സോ എന്താണ് പറയാനുള്ളത് ഓഡിയൻസിനോട്? എനിക്ക് പേഴ്സണലി നമ്മളൊക്കെ ക്യാപിറ്റൽ ഇല്ലാതെ മാർക്കറ്റിലേക്ക് വന്നവരാ. നമുക്കിത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം? നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ എല്ലാവർക്കും ഒരു മിനിമം എത്ര ക്യാപിറ്റൽ വേണം? ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്ന ക്യാപിറ്റൽ പോലും വേണ്ട നമുക്ക് ശരിക്കും ഫോറക്സ് മാർക്കറ്റിൽ. പക്ഷേ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഹ്യൂജ് ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓഫറൊക്കെ കിട്ടിയിട്ട് പിള്ളേർ വരുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ കാലയളവിൽ ലൈഫ് സെറ്റിലാക്കാൻ പറ്റും. നമ്മളൊക്കെ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ യങ്സ്റ്റേഴ്സാണ്, കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും റിസ്ക് എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി. അതെ, നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്കാണെങ്കിൽ ഇപ്പം അത്രയും ലൈഫ് അത്ര ഹെക്റ്റിക് ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇങ്ങനത്തെ ഓഫേഴ്സും കൂടെ ഉണ്ടാകുമ്പോൾ. മറ്റേത് നമ്മൾ പഠിക്കാനൊരു ഫണ്ട് വേണം, പിന്നെ അക്കൗണ്ട് എടുക്കാൻ വേറെ ഫണ്ട് വേണം. ഇതിപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. ഓൾറെഡി നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുള്ളതുകൊണ്ട് ഐ തിങ്ക് നല്ല ഒരു സർവീസാണ്. പിന്നെ പേഴ്സണലി നമുക്ക് കിട്ടിയ സർവീസ് ഞാൻ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെ ഇരിക്കണം, പിന്നെ എന്തൊക്കെ ഡിസിപ്ലിൻ പാലിക്കണം എന്നൊക്കെ ഉള്ളത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ കുറേ പഠിച്ചത്. ഓക്കെ. സോ 100% എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അതെ അല്ലേ? സോ അടുത്തതായി നമ്മുടെ കൂടെ ഉള്ളത് രാഹുലും സജിത്തുമാണ്. സോ നമ്മുടെ ഫണ്ട് ട്രേഡറാണ് രാഹുൽ. സോ നമുക്ക് ആദ്യം എങ്ങനെയുണ്ട് ഓറഫിൻ? രാഹുൽ എന്തായാലും ഓറഫിൻ ചേരുന്ന മുമ്പ് ട്രേഡിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അതെങ്ങനെ പഠിച്ചേ? ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി പഠിച്ചത്. പിന്നെ ഫോറക്സിലോട്ട് ഷിഫ്റ്റ് ആവാൻ കാരണം ഇന്ത്യൻ മാർക്കറ്റ് ക്യാപിറ്റൽ ഇല്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ ഫോറക്സിൽ ഫേംസ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം ജസ്റ്റ് അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ട് ഓറഫിനിലോട്ട് വന്നു? ഓറഫിൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പം അവൻ പറഞ്ഞ് ഇങ്ങനെ വന്നതാണ്. അതാരാ ഫ്രണ്ട്? ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ലൈക്ക് ഓറഫിനിൽ എത്തിയിട്ട് രാഹുലിന് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സും ട്രേഡിംഗ് പരമായിട്ട് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്? ട്രേഡിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തേലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ മെന്റേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ട്. ചിരിച്ചു പറയുന്നത്. ഹെൽപ്പ് ഉണ്ട്. സജിത്ത് പറ.
സജിത്ത് എന്തുകൊണ്ടാണ് ലൈക്ക് സജിത്ത് പ്രീവിയസ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അല്ലേ, ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഫോറക്സിലോട്ട് വരാൻ, ഓർഫിൻ ചേർത്തിട്ടാണോ ഫോറക്സ് ട്രൈ ചെയ്യുന്നത്, അതല്ലേ അതിന് മുന്നേ ഓൾറെഡി ഫോറക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഒരു 3 years ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അപ്പം കുറേ ഒരു ബ്രേക്ക് എടുത്തു, പിന്നെ അഡ്വാൻസ് ലെവലായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് എന്താ സജിത്തിന്റെ പെർസ്പെക്റ്റീവിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ട്രേഡിംഗ് പഠിക്കാം എന്ന് മീൻ ചെയ്യുന്നത് എന്തുവാ? അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള വക്കുമൂലം എല്ലാ കാര്യങ്ങളും നമ്മൾ കയറി ചെന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. SMC എന്ന് പറയുന്നത് വെറും ഒരു സ്ട്രക്ചർ ബേസ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ള രീതിയിൽ ഓൾറെഡി SMC തന്നെയായിരുന്നു ഫോളോ ചെയ്യുന്നത്. ബേസിക് കാര്യങ്ങൾ മാത്രമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു റിസൾട്ട് കിട്ടാത്തപ്പോൾ എങ്ങനെയൊരു ഒരു അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതുകൊണ്ട് അഡ്വാൻസ് ഇവിടെ നിന്ന് കിട്ടിയ കിട്ടി, ഡെഫിനറ്റ്ലി കിട്ടി. ഡെഫിനറ്റ്ലി കിട്ടി. പിന്നെ ഈ ടെക്നിക്കൽ ഇത് SMCയും പ്രൈസ് ആക്ഷൻസും ഇതുപോലത്തെ സ്ട്രാറ്റജികളൊക്കെ വരുന്നത് ഒരു പരിധി വരെ ടെക്നിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ മൈക്രോ ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സസ് ആയിക്കോട്ടെ, ഒരു ഫണ്ടമെൻ്റൽ ഓവർവ്യൂ ആണ് നമ്മൾ മെയിൻലി അതിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ബേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതും ഈ ടെക്നിക്കൽ അനാലിസിസും കൂടെ നിങ്ങൾ ക്ലബ് ചെയ്ത സമയത്ത്, അതായത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൂടെ മൈക്രോ ട്രേഡിംഗ് കൂടെ ക്ലബ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയൊരു ബെനിഫിറ്റ്സ് എന്താണ്? അതായത് നമുക്ക് ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ, ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനും, പിന്നെ കൂടാതെ എന്താ പറയുക ചെറിയ ലോട്ട് സൈസിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി, കോൺഫിഡൻസ് കിട്ടി. അതായത് നമുക്ക് വേറൊരു മെത്തേഡ് തന്നെ SMCയിൽ തന്നെ നമുക്ക് വേറൊരു രീതിയിലൊരു ട്രേഡിങ്, അതായത് നല്ല ഹൈ വോൾട്ടൈലുള്ള മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ളൊരു സംഭവം പഠിക്കാൻ പറ്റി. അതിനാണ് മെയിൻ കാര്യം. സജിത്ത് എങ്ങനെയാണ് നമ്മുടെ ഓർഫിനിലോട്ട് എത്തിപ്പെട്ടെ? ഞാൻ ഇത് ഇൻസ്റ്റ വഴി തന്നെ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി, അതായത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പല സ്ഥലത്തുനിന്നും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയത്. അതെങ്ങനെയാണ് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഇവിടെ ചേർന്നിട്ടുണ്ടെങ്കിൽ പൈസ പോവോ അല്ലെങ്കിൽ അതിനൊരു വർത്ത് കിട്ടുമോ, ആ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാ സജിത്തിന് എങ്ങനെ മാറി കിട്ടിയാൽ? ലൈക്ക് നിങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു, നിങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പം മാർട്ടിൻ ബ്രൗൺ വിളിച്ച് സംസാരിച്ച സമയത്ത് പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ അതേ രീതിയിൽ തന്നെ നിന്ന് സംസാരിച്ചത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് തോന്നി. അതാണ് ഞാൻ ലാസ്റ്റ് വെബിനാർ, അത് കൂടാതെ നിങ്ങളുടെ ഒരു വെബിനാറിൻ്റെ ₹1 വെബിനാർ അതിൽ കൂടുതലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. നല്ലൊരു വെബിനാർ ആയിരുന്നു ആക്ച്വലി അത്. അതിലൂടെ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു മൈക്രോ ട്രേഡിംഗ് ഉണ്ടെന്നുള്ളതും പിന്നെ റഹീം സാറിനെ പരിചയപ്പെട്ടതും കാര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതുകൊണ്ടും കൂടിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ. കണ്ടന്റ് പരമായിട്ട് ഇതിലിപ്പം ഇപ്പം നിങ്ങൾ ജനുവരി ബാച്ചിലുണ്ടായിരുന്നു, അപ്പോൾ ഓൾമോസ്റ്റ് 2 to 3 months ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പം കണ്ടന്റ് പരമായിട്ട് രാഹുലിന് എന്താ തോന്നുന്നത്? ലൈക്ക് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ബേസിക് നമ്മൾ യൂട്യൂബിൽ പഠിക്കുന്ന സാധനം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ? ഇല്ല, അല്ലാണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള അല്ലാണ്ട് അഡ്വാൻസ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനുവരി ബാച്ചിന് നമ്മൾ കൊടുത്തത് 10K ഫണ്ട് ബാച്ചിൻ്റെ കൂടെ വന്നത്. അപ്പം ഈ 10K ഫണ്ട് അക്കൗണ്ടും നിങ്ങളുടെ ഈ ഒരു ഫീസിൻ്റെ കൂടെ കിട്ടിയപ്പം, അതായത് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ? ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഫണ്ട് അക്കൗണ്ട് ആയിരുന്നു? അതുകൂടെയാണെന്ന് പറയാം. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ വരുന്നുണ്ടാവും. അപ്പോൾ ഒരു സപ്പോർട്ടിന് ഒരു ഫണ്ടിങ് അക്കൗണ്ട് കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്നുകൂടി നമ്മൾ കമ്മിങ് ബാച്ചസിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഓരോ ബാച്ചിൽ നമ്മൾ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഓഫേഴ്സ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്താ പറയുക, ഓഫേഴ്സ് അല്ല, സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആവുന്ന സംഭവം എന്താണോ അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുക അങ്ങനത്തെ സംഭവമല്ല നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ഏപ്രിൽ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഓർഫിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. അതായത് ഒരു ഫണ്ട് അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട് ഇൻ കേസ് അത് ഫെയിൽ ആയി പോകണമെങ്കിൽ വേറൊരു ഫണ്ട് അക്കൗണ്ട്, ഇതായിരുന്നു അതിൻ്റെ ഓഫേഴ്സ്. ഇങ്ങനത്തെ ഓഫേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ആസ് എ സ്റ്റുഡൻറ്റ്, ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് നമ്മൾ സ്കാം അടിക്കുന്നതാണോ അതോ നമ്മൾ ചുമ്മാ പറ്റിക്കുന്നതാണോ, ഗിമിക്സ് അടിക്കുന്നതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് എമൗണ്ട്സ് കാര്യങ്ങൾ മേടിക്കുന്നുണ്ടും പൊതുവേ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന സെയിം ഡൗട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഗ്യാരണ്ടി വെച്ചിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആ ബാച്ച് അതിന് മുന്നേയുള്ള ബാച്ചാണ് ഞാൻ, അതുകൊണ്ടുള്ള കോൺഫിഡൻസ് പറയാണ്. അതുകൊണ്ട് സ്റ്റുഡൻസിന് ഉപകാരം മാത്രമേ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും. അതായത് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്ത് മെയിൻലി പഠിക്കാൻ വരുന്നത് ഒന്ന് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം, അത്യാവശ്യം പുത്തനുണ്ടാക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട്. നമ്പർ ഓഫ് ആൾക്കാരാണ് നമ്മൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കേട്ട് ക്യാപിറ്റൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തരും, അവിടെ നിന്നാണ് നമ്മൾ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു ഇതിലോട്ട് നമ്മൾ വന്നത്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്ത X5 ബാച്ച്, X5 കോഴ്സ്,
അതിനെക്കുറിച്ച് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം എന്താ? X5നെ കുറിച്ച് നിങ്ങൾ ആദ്യം ഫോണിൽ കണ്ടപ്പോൾ, നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം എന്താ? അത് ഫിൽട്ടർ ചെയ്യരുത്, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്തത് അത് പറഞ്ഞാൽ മതി. 5x റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 150 റിട്ടേൺസ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കേട്ട സമയത്ത് രാഹുൽ സ്പെസിഫിക്കലി രാഹുൽ തോട്ട് പോയത് ഇതൊരു കോഴ്സ് ആണോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ, അതിൽ ഏതിലോട്ടാണ് ജസ്റ്റ് എനിക്ക് തോന്നിയ അട്രാക്ട് ചെയ്ത ഫാക്ടർ ചെയ്ത ജസ്റ്റ് ഫീസ് തന്നെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ ഒരു ബെനിഫിറ്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അത് ഒരു ബെനിഫിറ്റ് ആയിരിക്കും സ്റ്റുഡൻസിന്റെ ഇത് തന്നെ, ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള രീതിയിൽ ആണ് എനിക്ക് തോന്നിയത്. സജിത്തിനോ? എനിക്ക് അത്ഭുതമായിട്ട് തോന്നി, ആ ബാച്ച് എടുത്താൽ കൊള്ളാൻ തോന്നി, സീരിയസ് എടുത്താൽ കൊള്ളാൻ തോന്നി. കാര്യം 5x ഒക്കെ ഉള്ളതല്ലേ, എടുത്താൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. പുതിയ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിന്റെ ഒരു നമ്മളെ മൈൻഡിൽ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടല്ലോ, അതായത് മാർക്കിലോട്ട് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു ഫ്രീ കോഴ്സ് നമുക്ക് കൊടുക്കാം, Forex-ന്റെ ഫ്രീ കോഴ്സ് കൊടുക്കുക, എന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. അതാണ് നമ്മുടെ മൈൻഡിലുള്ള ആദ്യം വന്നൊരു തോട്ട് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഓൾറെഡി നമ്മളായിരിക്കുന്ന സ്കില്ലിനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്, സ്റ്റഡി ലേറ്റർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, പേ ആഫ്റ്റർ സ്റ്റഡി കൊടുക്കുന്നു. ഇങ്ങനത്തെ കുറേ ഓഫറുകൾ എന്തായാലും ഈ ഒരു ഫീൽഡിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചപ്പോൾ എന്തായാലും ഒരാൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു കോൺഫിഡൻസ് അവർ ഫീൽ ചെയ്യത്തുള്ളൂ. ഫ്രീ ആയിട്ട് പഠിക്കുന്ന നമുക്ക് കിട്ടുന്ന എന്ത് സാധനവും ഇതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്താ പറയുക, ഫീസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ആശയത്തിലോട്ട് വന്നത്. അപ്പം ആ ഒരു സംഭവം കേട്ടപ്പം ഒന്നെങ്കിൽ 5x റിട്ടേൺ, അതായത് 5 ഇരട്ടി, ഒരു 50,000 തന്നിട്ടുണ്ടെങ്കിൽ 2,50,000 നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുന്നത്. അതല്ലെങ്കിൽ 50,000-ന് 150% വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 75,000 ആണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കേട്ടപ്പം ഇതൊരു സ്കാം ആണെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് പോയോ? ഇത് ഓൾറെഡി നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്നതാണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തോന്നിയില്ല, അങ്ങനെ സ്കാം ആയിട്ടൊന്നും തോന്നിയില്ല. ചുമ്മാ നമ്മൾ ഗിമിക്ക് കാണിക്കുന്നല്ല, ചുമ്മാ തമാശയ്ക്ക് പറയുന്നല്ല ഒരു ഫീൽ കിട്ടിയ അല്ലല്ലേ? കേക്ക് ഓക്കെ. സോ ഈ ഒരു X5 ബാച്ചിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഓറഫിൻ നിങ്ങൾ X5 പോട്ടെ, ഓറഫിൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫറും കൂടി കിട്ടുമ്പോൾ എന്തായാലും വെറുതെ വിടില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ഇപ്പം നിങ്ങൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, നിൽക്കുന്നത് എവിടെയാണ്? അതായത് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഫണ്ടഡ് അക്കൗണ്ട് ആണ് മെയിൻലി ഫോക്കസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ അവസ്ഥ എന്താ ഇപ്പം നിലവിൽ? രാഹുൽ ഓൾറെഡി ലൈവ് അക്കൗണ്ടായി, പാസ്സായി. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് പാസ്സായി. ഇപ്പം പേ ഔട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പേ ഔട്ടിന് എത്ര പെർസെൻറ്റേജ് ആയാലും ഇപ്പം പ്രോഫിറ്റ് 1% അപ്പാണ്. 1% up, which means around 5K 10K account, which is 1% $100 അപ്പിലുള്ള. ഓക്കെ, അപ്പം സജിത്തിൻ്റെ എന്താ ബ്രേക്ക് ഈവനിൽ ഇപ്പം എത്ര നാളായി? ഇപ്പം കറന്റ്ലി ട്രേഡ് ചെയ്യുന്ന ഫണ്ടഡ് അക്കൗണ്ട് ഇപ്പോൾ എടുത്തിട്ട് എത്ര നാളായി? ഏകദേശം ഒരു 2 months ആയി. അത്ര നാളായിട്ടും ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണ്? റീസൺ എന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളായി കഴിഞ്ഞ സമയത്ത് ഇത് TFT ഫേം കുറച്ച് നാളത്തേക്ക് നിർത്തിപ്പോയായിരുന്നു. ആ സമയത്ത് ഞാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു. പിന്നെ ഹെൽത്ത് പരമായിട്ടുള്ളൊരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ആ ഒരു ടൈം എടുത്തത്. ട്രേഡിംഗ് പരമായിട്ട് ലൈക്ക് ബ്രോ എടുക്കുന്ന റിസ്കിന്റെ ബേസിസിലാണോ ഇത് പാസ്സാവാത്തത്, അതല്ലെങ്കിൽ ഇമോഷന്റെ ബേസിസിലാണോ? റിസ്ക്കാണ്. കാര്യം ഞാൻ റിസ്ക് പൊതുവെ കുറച്ചെടുക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ആ ബ്രേക്ക് ഈവൻ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒരു വട്ടം കോൺടാക്ട് ചെയ്ത സമയത്ത് ഓക്കെ നീ വേണ്ട പോലെ നിങ്ങൾ സജഷൻ തന്നതും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാക്കിയപ്പോൾ ഈ വീക്കാണ് ഞാൻ ഉണ്ടായ ലോസ് കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ബ്രേക്ക് ഈവനിലോട്ട് എത്തിച്ചത്. നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ പഠിച്ചെടുക്കാൻ, അതോ എങ്ങനെ നിങ്ങളുടെ ഫീൽ എങ്ങനെയാണ് അതിൽ? അത് പലരുടെയും പേഴ്സണാലിറ്റിയിൽ പല പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് പലതും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എത്ര വന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എന്തായാലും അത് ആക്ച്വലി സിമ്പിളായിട്ട് വരുമല്ലോ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ? ലൈക്ക് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചതിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഞാൻ ഇതല്ല ഇപ്പോൾ നമ്മളിത് ഔട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത സർവീസസ് ആയിക്കോട്ടെ, കണ്ടന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ അതിൽ തൃപ്തരാണോ? അതാണ് നമ്മൾ പറയേണ്ടത്. സാറ്റിസ്ഫൈഡ് ആണ്. 6 months മുമ്പ് ഞാൻ ചെയ്യണതും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതെ, സൈക്കോളജി പരമായിട്ട് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. മാർക്കറ്റിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഞാൻ പേഴ്സണലി ചോദിക്കാം. സജിത്ത് ഡെഫിനറ്റ്ലി ഒരു മിഡിൽ ക്ലാസ്, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ആളാണ്. അപ്പം ഡെഫിനറ്റ്ലി
മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. നമുക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ മെസ്സേജ് അയച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ, പൈസ കയ്യിൽ നിന്ന് പോവുമോ. അപ്പോൾ അവരോട് എന്താണ് സജിത്തിന് പറയാനുള്ളത്? ഏത് മിഡിൽ ക്ലാസ് ആയാലും ഇപ്പോൾ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും ഇതിലോട്ട് വരാം. പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമായിരിക്കും ഇതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റുള്ളൂ. ആ എഫേർട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എഫേർട്ട് ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞൊരു ക്ലോസ് ആണ് നമ്മൾ X5 ലോഞ്ച് ചെയ്യാൻ വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഇപ്പം ട്രേഡ് നിങ്ങൾ കുറച്ച് നാളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ ട്രേഡിംഗ് എന്നുള്ളത് ഒരു എല്ലാവർക്കും പറ്റുന്ന പരിപാടിയല്ല. ഇപ്പം 20 പേര് നമ്മുടെ ബാച്ചിൽ കഴിഞ്ഞപ്പം ജനുവരി ബാച്ചിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 17 പേര് ടോട്ടൽ ക്ലോസിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കിയത് ഓൾമോസ്റ്റ് ഒരു 6 to 7 ആൾക്കാർ മാത്രമേ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കിയത്. സ്റ്റിൽ ബാക്കി ഫണ്ടഡ് സ്റ്റേജിലാണ്. എന്തായാലും കുറേ ആൾക്കാർ അക്കൗണ്ട് അടിച്ച് കളയത്തുണ്ട്, അത് സേഫറാണ്. ബട്ട് എന്നാലും ഇത്രയും പേര് മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ ഫണ്ടഡ് അക്കൗണ്ട്. അപ്പം അത് ഡെഫിനറ്റ്ലി എന്താ പറയുക, ഫണ്ടഡ് ട്രേഡിംഗ് ആയിക്കോട്ടെ അത് പാസ്സാക്കുന്നത് എല്ലാവർക്കും അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പം ആ ഒരു സംഭവം കൂടെ മൈൻഡിലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുക X5 ബാച്ച് നമ്മൾ ആ റിട്ടേൺ ബേസിലാക്കി. ഇൻ കേസ് വൺസ് ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ്, അതായത് ഈ ഒരു ട്രേഡിംഗ് കരിയർ ഫോറക്സ് ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ ഇത് നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഫാമിലി സിറ്റുവേഷനായിട്ട് ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷനായിട്ട് അക്കമ്പനി ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്കൊരു റിട്ടേൺ ആയിക്കോട്ടെ എന്നുള്ള ബേസിസിലാണ് നമ്മൾ X5-ൻ്റെ ഒരു തീമും കൂടെ എന്ന് പറയുന്നത്. ജസ്റ്റ് ചുമ്മാ ഒരു പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നിൽ പഠിച്ചിട്ട് അവർ എന്തെങ്കിലും അതിൽ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് നഷ്ടം തന്നെയാണ്. ട്രേഡിംഗ് അവർ കൊടുക്കുന്ന ഫീസ് ആയിക്കോട്ടെ നഷ്ടമാണ്. അതിപ്പോൾ നമ്മൾ എത്രയൊക്കെ ഒരു 99% വിന്നിംഗ് റേറ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജി പഠിപ്പിച്ചാലും ബൈ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ഗിമിക്സ് മാത്രമാണ്, ചുമ്മാ ഒരു സമയം കളയുന്ന ഒരു ഇത് മാത്രമാണ്. അപ്പം രാഹുലിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഓറഫിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് വെയിറ്റിംഗ് ലിസ്റ്റാണ്, കുറച്ചും കൂടെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് എന്താ രാഹുലിന് പറയാനുള്ളത്? ഇത് മിസ് ഔട്ട് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഓറോഫോണിൽ പഠിച്ചതുകൊണ്ട് എൻ്റെ ട്രേഡിങ് ഇത് ഇമ്പ്രൂവ് ആയതും പിന്നെ ഈ 5x റിട്ടേൺസിൻ്റെ അതും മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും അതായത് നമ്മുടെ സർവീസസ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സ് ആയിക്കോട്ടെ, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതിൽ? ഇല്ല, ഇപ്പോൾ ചെയ്യുന്ന ട്രാക്കിൽ തന്നെ അടിപൊളിയായിട്ട് പോയാൽ മതി. ആ 5xൻ്റെ കാര്യം തന്നെ ഒന്ന് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകും. കാര്യം പിള്ളേർക്ക് റിട്ടേൺ കൂട്ടി പിടിക്കുന്ന അല്ല, പിള്ളേരെ കുറച്ചും കൂടി അവർ ഇതിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ ഒരു ഉപകാരം ചെയ്യുന്ന കാര്യമായിരിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓറഫിൻ അതിനുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുന്നവരെ